എഫെസ്യ ലേഖനം ആമുഖം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ സഭാവിജ്ഞാനീയം എക്ലീസിയോളജി എന്ന് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തെ വിശേഷിപ്പിക്കുന്നു. ക്രിസ്തു മുഖാന്തരം പുതിയ നിയമത്തിൽ കൂടി വെളിപ്പെട്ട ദൈവിക സത്യങ്ങളുടെ കലവറയാണ് ഈ ലേഖനം. ബാഹ്യ കാഴ്ചയേക്കാൾ വിശ്വാസക്കണ്ണാൽ മാത്രമാണ് ഇവ കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തീയ ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന പ്രസ്തുത ലേഖനത്തിൽ അതിശ്രേഷ്ഠമായ വേദശാസ്ത്ര സത്യങ്ങൾ മികച്ച ഭാഷാശൈലിയിൽ ക്രിസ്തീയ ജീവിതമാർഗത്തിൻ്റെ അത്യുത്തമ വഴികൾ വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിൻ്റെ കൃപയും സത്യവും സഭയാകുന്ന അവിടുത്തെ ശരീരത്തിൻ്റെ സിരകളിൽ കൂടി ഒഴുകുന്ന ജീവരക്തമായി അപ്പോസ്തലൻ ചിത്രീകരിക്കുന്നു. സഭ ഏകവും വിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവും എന്ന സത്യത്തിന് ലേഖനം സാക്ഷിയാകുന്നു. യേശുക്രിസ്തുവിൽ അളവറ്റ ആത്മീയ സമ്പത്തുകൾക്ക് അവകാശികളെങ്കിലും ആ ധനത്തെപ്പറ്റി ബോധ്യമില്ലാത്ത ഭിക്ഷാടകരെ പോലെ ആത്മീയമായി ജീവിച്ചിരുന്ന ഒരു കൂട്ടം വിശ്വാസികൾക്ക് എഴുതിയ ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. സ്വന്തമാക്കി തീർക്കേണ്ടിയിരുന്ന തങ്ങളുടെ സമ്പത്ത് അവർ അന്യാധീനപ്പെടുത്തുക മൂലം ആത്മീയ പാപ്പരത്തിൽ അവർ ജീവിക്കേണ്ടി വന്നു. അവരുടെ സ്വർഗീയ അക്കൗണ്ടിലുണ്ടായിരുന്ന അപ്രമേയ ധനത്തിൻ്റെ വിശദാംശങ്ങളെപ്പറ്റി വിവരിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ലേഖനം ആരംഭിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേയുള്ള തെരഞ്ഞെടുപ്പ്, ദത്തുപുത്രന്മാരായിട്ടുള്ള സ്വീകരണം, പാപമോചനം, വീണ്ടെടുപ്പ്, ജ്ഞാനപൂർണത, ആധ്യാത്മിക സമ്പത്തുകൾ, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എന്നിങ്ങനെ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും അവർക്കുള്ളതായിരുന്നു. ഈ വിപുല സമ്പത്തിനെ സ്വന്തമാക്കി തീർത്തുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി ജീവിക്കുവാൻ ക്രിസ്ത്യാനിക്ക് കഴിയുമെന്ന് എഫെസ്യ ലേഖനം 1:6 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ഈ സമ്പത്തിൻ്റെ അവകാശിയായി പ്രായോഗിക ജീവിതരംഗത്തെ പ്രകാരം മുന്നോട്ട് പോകണമെന്നും അപ്പോസ്തലൻ വിവരിക്കുന്നു. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് അവ മുന്നൊരുക്കിയിരിക്കുന്നു. 2:10. ക്രിസ്തീയ ലേഖനങ്ങളുടെ റാണിയായ എഫേസ്യ ലേഖനത്തിലെ ദൈവിക സത്യങ്ങൾ വിശ്വാസക്കണ്ണാൽ കാണുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. സത്യവെളിച്ചം നമ്മിൽ പ്രകാശിക്കട്ടെ. വചനം നാം ഉരുവിടുക. അതിലൂടെ ദൈവം നമ്മുടെ ഉള്ളിലായിത്തീരും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.